എടി എത്ര മണിക്കാ നിന്റെ വണ്ടി? 4:30 എയർപോർട്ടിലെത്തണമെന്നാ പറഞ്ഞേ. ഞാനാണെങ്കിൽ ഇവിടെ ഒന്നും ഒരുക്കിയിട്ടില്ല. സമയത്തിന് എയർപോർട്ടിൽ എത്തിക്കോണേ. ആ നോക്കാം. നാളെ മറ്റന്ന് ദൈവമേ ഇതാവല്ലേ. എന്ത് കഷ്ടമാണത്. ആവശ്യമുള്ളപ്പോഴൊന്നും പീരീഡ്സ് വരില്ല. ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് അവനോട് ഞാൻ എന്ത് പറയും? എന്താ ആഗ്രഹിച്ച് പോകാൻ ട്രിപ്പാണെന്നറിയാം. 1-2 അല്ല, 10 ദിവസം നേരത്തേക്ക് തന്നു. ഇന്നത്തെ പണിയായി പോയി. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് വിളിക്കാതെ കയറിയാൽ ഈ പീരീഡ്സ് കഴിഞ്ഞിട്ട് പോകും. കുന്തം എടി പണി പാളി. എന്താടി? എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. കോപ്പ നീ ഒന്ന് കാര്യം പറയൂ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എടി ഞാൻ പീരീഡ്സ് ആയിരുന്നു. അയ്യോ നിന്റെ യാത്ര? അത് തന്നെ എടി. ഇപ്പൊ തുടങ്ങി എനിക്ക് വയറുവേദന. പിന്നെ ഇനി പാഡ് മാറ്റലും ബഹളും അതൊക്കെ തന്നെ ആയിരിക്കും. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? യാത്ര മാറ്റി വെക്കാൻ പറ്റുമോ? അതെങ്ങനെ മാറ്റി വയ്ക്കുന്ന? ഫ്ലൈറ്റ് അല്ലേ? മാറ്റി വെക്കാൻ പറ്റില്ലെന്ന് അറിയാം, എന്നാലും അവനോടൊന്ന് ചോദിച്ചു നോക്ക്. ഓ അത് കാര്യമൊന്നുമില്ല. ഓ തുടങ്ങിയടി വേദന. എടി ഒരു വഴിയുണ്ട്. നീ മറന്ന് നമ്മൾ പണ്ട് പ്ലാൻ ചെയ്തത്? എടി നാറി, ഹിസ്റ്ററി പറയാതെ കാര്യം പറയടി. എടി മെൻസ്ട്രൽ കപ്പ് നമ്മൾ അന്ന് പ്ലാൻ ചെയ്തേല്ലേ, പിന്നെ മടിച്ച് നമ്മളത് നീട്ടി വെച്ച് മറന്നുപോയി. ഇപ്പൊ പണ്ടത്തെക്കാളും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അത് മേടിച്ചാലും മാറ്റിയിട്ടുണ്ട് നടക്കണ്ടേ നീ? വേണ്ട, അതിന് പാഡിന്റെ ഇറിറ്റേഷൻ ഇല്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറെ നേരം ഇരിക്കുമല്ലോ, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി സമയം കളയണ്ട. എടി ആയിക്കോട്ടെ, പക്ഷെ ഈ സമയത്ത് അതൊക്കെ മേടിച്ച് ട്രൈ ചെയ്തിട്ട് എപ്പോ പോവാനാണ്? എടി രാത്രിയല്ലേ ഫ്ലൈറ്റ്, നമുക്ക് സമയമുണ്ട്. അപ്പത്തേനൊരു ഐഡിയ ഒക്കെ കിട്ടും. പിന്നെ എനിക്കും പീരീഡ്സാ, അപ്പൊ ഞാൻ നിനക്കൊരു കമ്പനിക്ക് ഓർഡർ ചെയ്യാം. എടി പക്ഷെ അതിനെന്തൊക്കെയാ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെ അറിയും? എടി ഓൺലൈനിൽ വീഡിയോ നോക്കി അളവ് കണ്ടുപിടിക്കുന്നേ. ശരി, ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. എനിക്ക് ഒന്നേ ഉള്ളൂ, യാത്ര കൊള്ളാവരുത്. പീരീഡ് സമയത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. നമുക്കിത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സി ഷേപ്പിലും വെക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഉപയോഗിക്കാനുള്ള ഗട്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യണം. കംഫർട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്ന് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കപ്പ് നിറഞ്ഞു നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഇത് റിമൂവും ചെയ്യാം. ഓരോരുത്തരുടെ ബോഡി എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ആയിരിക്കും. ചിലവർക്ക് 8 മണിക്കൂറായിരിക്കാം, ചിലവർക്ക് 9 മണിക്കൂറായിരിക്കും, ചിലവർക്ക് 10 മണിക്കൂറും ആയിരിക്കാം. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കി ചേഞ്ച് ചെയ്താൽ മാത്രം മതി. റീയൂസ് ആണെങ്കിൽ ഇത് പറയാതിരിക്കാൻ വയ്യ, ഭാഷയും പിന്നെ നമുക്ക് ഇത് റീയൂസ് ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ആദ്യമേ ഇത് പെട്ടെന്ന് സ്യൂട്ട് ആവണമെന്നോ കംഫർട്ട് ആവണമെന്നൊന്നും ഇല്ല. പക്ഷെ വൺസ് എ ടൈം നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതല്ല അകത്തോട്ട് കയറിപ്പോയാ എങ്ങനെ തിരിച്ചെടുക്കും? പിന്നെ ഓപ്പറേഷനെ വിട്ടുള്ളൂ. എനിക്ക് വയ്യ, ഇതൊരു വേദന. എടി നമുക്ക് ഈ പ്ലാൻ വിടാം, എന്നെ കൊണ്ട് ഇത് പറ്റും തോന്നണില്ല. നീ വാങ്ങിയോ? ഇല്ല, ഞാൻ വീഡിയോ കണ്ടപ്പോ അവരെന്തൊക്കെയാ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഒന്ന് പോയടി, നിന്ന് കളിക്കാതെ വാങ്ങി. പേടിക്കാനോ? ശരിയാവോ? വേണം, വാങ്ങ്. നിനക്ക് ഇന്നല്ലേ ട്രാവല്, എല്ലാരും പറയുന്ന കേട്ടില്ലേ നല്ല കംഫർട്ടബിൾ ആണെന്ന്. നിന്റെ ട്രാവലും സുഖമായിരിക്കും. ശരി, മനസ്സ് നോക്കാല്ലേ. ഇതെന്താ അവസാനം? എന്തായാലും രണ്ടും കൽപ്പിച്ച് പരീക്ഷിച്ച് നോക്കാം. വേറെ വഴി ഒരു 5 മിനിറ്റ് നോക്കാം. ഇളകിയെല്ലാം വരൂ. I don't think so. No, I don't think so. No, it's never, ever gonna happen.
I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. Oh no. എന്താ മോളെ, എന്തു പറ്റി? ചേച്ചി പീരീഡ്സ് ആയി. ഇന്നാണല്ലോ എൻ്റെ ഇന്റർനാഷണൽ ട്രിപ്പ്. ഓ, അത് ഞാൻ മറന്നുപോയി. പക്ഷെ ഈ സമയത്തെ യാത്ര അത്ര നല്ലതല്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കേ. അതെങ്ങനെയാണ് ചേച്ചി? ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല, പൈസ പോവും. ഞാനേ മോള് നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. ഈ സമയത്തെ ശരീരം ഇളയാതിരിക്കുന്നതാ നല്ലത്. അത് മാത്രമല്ല, ഈ പാഡ് മാറ്റുന്നതും അത് വൃത്തിയാക്കുന്നതും അത് ക്ലീൻ ചെയ്യുന്നതും ഇതെല്ലാം പാടായിരിക്കും. അതെങ്ങനെ വൃത്തിയില്ലാതെ അവിടെ ഇവിടെയൊന്നും ഇടാൻ പറ്റൂല. അപ്പൊ യാത്രയും കൂടെ ആണെങ്കിലോ? അല്ല, നീ എന്താ ഇങ്ങനെ ഇന്ന് ഡാൻസ് കളിക്കുന്നത്? കുറെ ദൂരം യാത്ര ചെയ്യണ്ടല്ലേ ചേച്ചി, അതുകൊണ്ട് പ്രിയ പറഞ്ഞുകൊണ്ട് ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങി വെച്ചു. കപ്പോ? ഡീ, നീ പറയുന്ന കേട്ടിട്ട് എനിക്ക് എന്നെ ദൈവം പെരുക്കുന്നു. നീ ആ കപ്പങ്ങ് ഊരി വെക്ക്. നീ യാത്രയ്ക്കൊന്നും പോണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു വല്ലായ്മ. ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് തുള്ളി കളിക്കുന്നേ? ഒന്നാമതേ നീ കല്യാണം കഴിയാത്ത കൊച്ച്, അതിൻ്റെ ഇടയിൽ കൂടെ കപ്പും കൂടെ യൂസ് ചെയ്തെന്ന് ആരെങ്കിലും അറിഞ്ഞാലോ? പിന്നെ ഇതെല്ലാം കൂടെ കയറ്റി വെച്ചേ എന്തെങ്കിലും പറ്റിയാ അറിയാലോ? പിന്നെ കൊച്ചൊന്നും ഉണ്ടാവൂല, അതിന് ആശുപത്രി കയറി ഇറങ്ങണം. മെൻസ്ട്രൽ കപ്പും കല്യാണം തമ്മിൽ ഒരു ബന്ധമില്ല ചേച്ചി. എന്നാലും നീ ഇപ്പോഴേ ഇത് വാങ്ങിക്കണ്ടായിരുന്നു. ഞാനൊക്കെ പ്രസവിക്കാൻ പോയ സമയത്താ പ്രസവം എന്താന്ന് അറിഞ്ഞത്. നീയൊക്കെ ഇപ്പോഴേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാം അറിഞ്ഞോളൂ. ചേച്ചി ഓരോന്ന് പറഞ്ഞൊന്നും പേടിപ്പിക്കല്ലേ, ഡോക്ടർമാർ വരെ നല്ലത് അതിനെ കുറിച്ച് പറയണേ. പിന്നെ ആദ്യമായിട്ട് വെക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതും പറയണുണ്ട്. കുഞ്ഞെ, നമുക്കിത് വേണ്ട, നീ ഇതങ്ങ് എടുത്ത് മാറ്റ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചൊന്നുമല്ല. ഇതൊക്കെ കണ്ട സായിപ്പന്മാർ ഉപയോഗിക്കുന്ന സാധനം. അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി, ഇതൊക്കെ തെറ്റിദ്ധാരണ. രണ്ടാളും ഉണ്ടല്ലോ. രാമന്ത് നേരത്തെ ലഗേജ് ഒക്കെ ഉള്ളതല്ലേ, ഞാൻ വിചാരിച്ച നേരത്തെ വന്ന് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന്. ശ്രുതി, നീ എന്താ വല്ലാതിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞാൻ പരിഹരിച്ചു തരാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. റാമിരിക്ക്. ആ, ഇരിക്കാം. ചേച്ചി റാമിന് ചായ എടുക്കാം, ഞാൻ പോയി സാധനം എടുത്തിട്ട് വരാം. ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്ത് പറ്റിയ? അതെ, നേരത്തിന് എയർപോർട്ടിൽ എത്തണം. പ്രിയേ, എടി സാധനം കിട്ടണില്ലടി, എടി സാധനം കിട്ടണില്ല. ശ്രുതി, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, ഫ്ലൈറ്റ് മിസ്സാവേ. അവള് വരും, അവള് പറഞ്ഞില്ലേ സാധനം എടുക്കാൻ പോയതാന്നു. എടി, അവ അവിടെ കിടന്ന് വിളിക്കുന്നു, നീ ഇതുവരെ എടുത്തില്ലേ? ചേച്ചി സമാധാനായിട്ട് കേൾക്കണം, കപ്പ് തിരിച്ചെടുക്കാൻ പറ്റണില്ല. തിരിച്ചെടുക്കാൻ പറ്റില്ലേ? എടി, അവിടെ കയറി പോരാണ്, അവിടെ തന്നെ കാണും. അറിയില്ല, അത് തിരിച്ചെടുക്കാൻ നോക്കിട്ട് പറ്റണില്ല, അത് കിട്ടണില്ല. എടി, ഏത് കിട്ടണില്ല? അതിന്റെ ഒരു സുനയില്ലേ, ആ സ്റ്റെമ്മ് അത് കിട്ടണില്ല. ഹോസ്പിറ്റലിൽ പോകും. ചേച്ചി എന്നോട് വാ. എടി, ഹോസ്പിറ്റലിലൊക്കെ എങ്ങനെ അവര് കീറുമോ? കീറാനോ? അപ്പൊ ഇതിന് കിട്ടില്ലേ? വരണ്ടകത്ത് കയറി പോയാ? ഞാൻ എവിടെയും പറഞ്ഞില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഉപയോഗിക്കല്ലെന്ന്. ഇതെങ്ങനെ വയറി വരുമോ? എന്നെ നമുക്ക് ഛർദിപ്പിച്ച് കളഞ്ഞാലാ? മരുന്നുണ്ട് എന്റെ കയ്യില്. എന്തായിരിക്കും തലവറാണ്. ഞാൻ ഒന്നും കൂടെ വീഡിയോ ഒന്ന് കണ്ടോട്ടെ. നീ വീഡിയോ കണ്ടാൽ നീ ഇപ്പൊ ഈ അവസ്ഥയിലായത്. നീ അതിനു മുമ്പ് ആ പുറത്ത് പെട്ടിയും കൊണ്ട് വന്നിരിക്കണവന്റെ അടുത്ത് എന്തൊരു പറയും? അതെ, ഇതെന്തോ ബഹളം. ഇനിയും ലേറ്റ് ആയി ചിലപ്പോ ഫ്ലൈറ്റ് മിസ്സാവും. ഒന്നുമില്ല റാം അവിടെ ഇരിക്കെ, ഞാൻ അങ്ങോട്ട് വരാം. അല്ലല്ലോ, എന്തോ ഉണ്ട്. തന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അതിന് ചൂടാവുന്നു. കപ്പോ?
നിനക്ക് പീരീഡ്സ് ആയ? നീ എപ്പോൾ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി? കുറച്ചു മുമ്പ് വാങ്ങിച്ചേ ഉള്ളൂ. കുറച്ചു മുന്നെയാ? എന്നിട്ട് എന്നിട്ട് പണിയായി, തിരിച്ചെടുക്കാൻ പറ്റണില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. എൻ്റെ പൊന്നു ശ്രുതി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ പ്രിയയുടെ ഐഡിയ, ട്രിപ്പ് മുടങ്ങാതിരിക്കാൻ. അവളിപ്പോൾ വിളിച്ചിട്ട് ഫോണും എടുക്കണില്ല. അവളുടെ അവസ്ഥ എന്താണെന്തോ, ഞാൻ ചത്തു പോകുന്നു. റാമേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാമോ? നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ? ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ. ശ്രുതി, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണോ അത് എടുക്കാൻ പറ്റാത്തത്? അത് റാമൻ എങ്ങനെ അറിയാം? എടി, എൻ്റെ അനിയത്തി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അവള് ഫസ്റ്റ് ടൈം വെച്ചിട്ട് സാധനം തിരിച്ച് കിട്ടാനില്ലെന്നും പറഞ്ഞ് നമ്മുടെ വീട് കീഴ്മേലങ്ങ് മറിച്ച് വെച്ച് അവസാനം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോഴേ ഡോക്ടർ അവിടെ കിടന്ന് ചിരിയായിരുന്നു. താൻ ടെൻഷൻ ആവാതെ വെള്ളമൊക്കെ കുടിച്ച് മസിൽ റിലാക്സ് ആക്കിയ അതിങ്ങ് പോരും. പിന്നെ ഈ ഡിസ്കംഫർട്ട്. അല്ല, താൻ ഏത് സൈസാ വാങ്ങിയേ? അത് നമ്മൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോവല്ലേ, അപ്പോൾ എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളതിൽ വലിയ സൈസ് നോക്കി വാങ്ങിച്ചു. എടി മന്ദബുദ്ധി, നമ്മുടെ ബോഡി ടൈപ്പ് നോക്കി നമ്മുടെ സൈസ് വേണം വാങ്ങാൻ. ഞാനത് ഓർഡർ ചെയ്തോളാം, നീ തൽക്കാലം ഊരി വെക്ക്. ഫ്ലൈറ്റ് മിസ്സാവും. വരുമായിരിക്കല്ലേ. റാം കറക്റ്റ് സമയത്ത് ഒന്നുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമായി. ഇല്ല ഞാൻ അറ്റാക്ക് ഒന്ന് ചത്തേനെ. എടോ, ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളാണ്. എനിക്ക് മനസ്സിലാവാത്തത്, തനിക്ക് ഐഡിയ പറഞ്ഞു തന്നിട്ട് പ്രിയ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന്.